ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ. ഞാൻ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്, എന്തായാലും ഹോളിഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം പല്ലൊക്കെ തേച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നതെന്ന് തുടങ്ങി കേട്ടോ. കാരണം ബിക്കോസ് എൻ്റെ ബോഡി വെയ്റ്റ് ഗെയിൻ വന്നു. വാമപ്പൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ റീലൊക്കെ തോണ്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഭി വിളിച്ചു, പുറത്ത് എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞു. അവൻ കോൾ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്ക് 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി കുറേ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി. അപ്പം പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് എനിക്കൊരു ഡാൻസ് സ്റ്റുഡിയോനെ പറ്റി ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ഓൺ ബീറ്റ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ എൻക്വയറിയൊക്കെ നടത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു നീംബൂസിൻ്റെ ബോട്ടിലൊക്കെ ചില്ലടിച്ച് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം പോകുന്ന ആഞ്ചലോറ ഹിൽസിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു അമളി പറ്റിയത്, അവിടെ പൂട്ടിട്ടിരിക്കുകയായിരുന്നു, കയറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പ്ലാൻ ഫ്ലോപ്പായി ആദ്യത്തെ. അപ്പോൾ നെക്സ്റ്റ് സ്ഥലം പിടിക്കാമെന്നും പറഞ്ഞ് നെക്സ്റ്റ് സ്പോട്ട് ഞങ്ങൾ കാശ്മീർ കുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയാണെങ്കിൽ നിറച്ച് കുണ്ടും കുഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഞങ്ങൾ വീണ്ടും അമളി പറ്റിയിരിക്കുന്നു. അതും പോകാൻ കഴിയാതെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഇനി ഒന്നും വയ്യ, ഇനി ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ, എന്ത് കാര്യമൊന്നും ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഫുഡ് സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫുഡ് കീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടത്. ഈ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ ഞാൻ പറയാതെ തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അവൻ മീൽസും ഞാൻ ചിക്കൻ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. മീൽസിൽ കണ്ട ആ ഒരു പായസത്തിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആവറേജ് നല്ല ഫുഡായിരുന്നു. ഞങ്ങളിങ്ങനെ പുറത്ത് നിന്ന് ഇനി എങ്ങോട്ട് പോകും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 2 ഒത്താൽ 3 ഒക്കുന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ നെടുമ്പാറ വ്യൂ പോയിന്റ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മാപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു സത്യം അറിഞ്ഞത്, അങ്ങനത്തെ ഒരു സ്ഥലമേ ഇല്ല. നാട്ടുകാരെടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ സ്ഥലമേ അവർക്ക് അറിയില്ല, അങ്ങനെ സ്ഥലമില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് എല്ലാം 3 സ്ഥലവും ഫ്ലോപ്പായപ്പോൾ ഞങ്ങൾ നാട്ടിലേതെങ്കിലും സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലമായിരുന്നു ഓളോപ്പാറ. എന്നാൽ ഇനി അവിടെ കുറച്ച് വ്യൂ കണ്ടിരിക്കാമെന്ന് കരുതി ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടു പതിയെ അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിലയൻസ് പോയി. എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് കൊണ്ടുപോകാനുണ്ടായിരുന്നു കൊച്ചിയിലേക്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി. കാരണം എനിക്ക് ജിമ്മിൽ പോകേണ്ട സമയം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ ജിമ്മിലേക്കൊക്കെ പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് അവർ തന്നെയായിരുന്നു എന്നെ ജിമ്മിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. പിന്നെ എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു ചെയ്യാൻ, അത് ചെയ്തു. പിന്നെ ഒരു കുളി പാസ്സാക്കി അങ്ങ് കിടന്നുറങ്ങി. ഇന്നത്രയേ ഉള്ളൂ. ബൈ.